ഓപ്പോസിറ്റ് ഇരിക്കുന്ന അവരുണ്ടല്ലോ, അവരെ വിളിച്ചു, ഇങ്ങോട്ട് വിളിച്ചു. അവരെ കണ്ട പാടെ അവർ ഓടി വന്നിട്ടോ. അങ്ങനെ അവർക്ക് ഫുഡ് കൊടുത്ത് ആ അമ്മ പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക എൻ്റെ അടുത്ത്. നമുക്ക് ഒരുപാട് എൻ്റെ അടുത്ത് പറയണമെന്ന് തോന്നി. ഞാനും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതുകൊണ്ടാവാം, എന്തോ അതിൻ്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് എൻ്റെ യാത്രയിൽ പിന്നെ തിരിച്ചു വരുന്ന ഒരു യാത്രയിൽ ഇടനീളം ആ അമ്മയുടെ മനസ്സ്, ആ അമ്മയുടെ സങ്കടം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ അമ്മമാരെയൊക്കെ കണ്ണുനീര് ഒരു സ്ട്രേഞ്ചറായിട്ടുള്ള എന്നോട് അങ്ങനെ സങ്കടപ്പെട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ മനസ്സിലുള്ളൊരു വേദന എത്രയായിരിക്കും അല്ലേ? അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മുടെ അമ്മമാരെ കണ്ണീരൊന്നും നമ്മൾ ഒന്ന് പരിഗണിക്കുക. അത്ര മതിയാവും അവർക്ക്. അമ്മ കഴിച്ചോ, അല്ലെങ്കിൽ നമുക്ക് വേദന ഉണ്ടോ, പനിക്കണുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതിയാവും അവർക്ക് അത്ര മതി. പക്ഷെ നമ്മളൊന്നും പരിഗണിക്കാതെ നമ്മളെ കാര്യം മാത്രം നോക്കി വീട്ടിൽ വന്ന് അവരൊട്ടും പരിഗണിക്കാതെ, അവരങ്ങനെയുള്ള ഒരാളുണ്ടെന്ന് പോലും നമ്മൾ ചിന്തിക്കാതെ നമ്മൾ ജീവിക്കുക, അതൊക്കെ അവർ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി ഇങ്ങനെയുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, മക്കളൊന്ന് ചിന്തിക്കണം. നമ്മുടെ അമ്മമാരെ ഒന്നും കണ്ണീര് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് എവിടെ ഒരു സക്സസ് ഉണ്ടാവില്ല. അപ്പം നമ്മളവർ പരിഗണിക്കുക. നമ്മുടെ ഈ ഭൂമിയിൽ വരാൻ കാരണമായി അവരല്ലേ. അപ്പോൾ അവരുള്ളത് കൊണ്ടല്ലേ നമുക്കിങ്ങനെ സന്തോഷിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നല്ലൊരു ലൈഫ്